ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ആര്യനും മിത്രയും അവളെ അക്കാദമിയിൽ ചേർക്കുന്നതിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മിത്ര പറയും, വേണ്ട ആര്യ, അക്കാദമിയിലൊക്കെ പോയി പഠിക്കാമെന്ന് വെച്ചാൽ ഒരുപാട് ഫീസാകും. ഇപ്പം തന്നെ ആര്യൻ എനിക്ക് വേണ്ടി എന്തുമാത്രമാണ് കഷ്ടപ്പെടുന്നത്. ഇനിയും ആര്യന് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് കേൾക്കുന്ന ആര്യൻ പറയും, താൻ അതൊന്നും ആലോചിച്ചേ ഇപ്പം തല പുകയ്ക്കണ്ട. താൻ ചെയ്യേണ്ടത് ട്രെയിനിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ്. വേണ്ടി ഞാൻ ആ പറഞ്ഞ അക്കാദമിയിൽ പോയി ചേരുന്നു. അതിന് എത്ര കാശായാലും അത് ഞാൻ എക്സ്ട്രാ ഓട്ടം പിടിച്ചിട്ടാണെങ്കിലും കണ്ടെത്തിക്കോളാം. അതിനെപ്പറ്റി ഒന്നും താനിപ്പോൾ ആലോചിക്കേണ്ട. എങ്ങനെ ട്രെയിനിങ് പാസ്സാവാം അത് മാത്രമാണ് താനിപ്പോൾ ചിന്തിക്കേണ്ടത്. എന്നാലും ഇതൊക്കെ ശരിയാവുമോ ആര്യ? എന്ത് ശരിയാവുമെന്ന്? എല്ലാം ശരിയാകും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? തന്നെ തൻ്റെ ലക്ഷ്യത്തിലെത്തിക്കുക എന്ന് ഉള്ളത് ഞാൻ എന്നോട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു പ്രതിജ്ഞയാണ്. അത് ഞാൻ എന്തായാലും സാധിക്കും. അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ്. പിന്നെ എന്താ നിനക്ക് പ്രശ്നം? താൻ എന്തായാലും പോയി ചേരുന്നു. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഉറപ്പായിട്ടും ചെയ്തു തരും എന്ന് പറയൂട്ടോ. അപ്പോൾ വീണ്ടും വീണ്ടും ആരെങ്കിലും നിർബന്ധിക്കുമ്പോൾ മിത്രയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ദേ, മൗനം സമ്മതം എന്നുള്ളൊരു ബനാന ടോക്കില്ലേ, അതിനെ ഞാനൊന്ന് ചെറുതായിട്ട് മാറ്റി ഈ പുഞ്ചിരി സമ്മതമെന്നാക്കി എടുക്കുക. ഈ പുഞ്ചിരി സമ്മതമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ എൻ്റെ തീരുമാനം. മനസ്സിലായോ മിത്രയ്ക്ക് എന്ന് ആരും ചോദിക്കും. അപ്പോൾ വീണ്ടും സമ്മതം എന്നുള്ള രീതിയിൽ നമ്മുടെ മിത്ര ചിരിക്കും കേട്ടോ. അപ്പം ഈ ഫിസിക്കൽ ടെസ്റ്റിലും താൻ പാസ്സാകുന്നു. അതിനുവേണ്ടി നമ്മൾ ട്രെയിനിങ്ങിന് പോയി ചേരുന്നു. എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുക. അപ്പം ഇത്രയും ഓക്കെ എന്ന് പറയേ. ഇതേ സമയം നമ്മുടെ ദേവിയാണെങ്കിൽ അവളുടെ റൂമിൽ ഓരോന്നൊക്കെ തയ്ച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണേ. അപ്പം മീനും അങ്ങോട്ട് വരിക. എടുത്തിഞ്ഞ് അങ്ങോട്ടോട്ട് കയറിക്കോട്ടെ എന്ന് ചോദിക്കുക. അതെന്തൊരു ചോദ്യമാണ്, കയറി വാ വാ എന്ന് പറയുകയാണേ. അപ്പം ദേവിയുടെ അടുത്തിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ മീന് കാണും. അയ്യോ, നൈറ്റിൽ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പാടില്ല, രാത്രി ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ലേ എന്ന് അപ്പോൾ ദേവി ചോദിക്കും. അതെ, ഡേ ടൈമിൽ മാത്രമേ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടുള്ളൂ. ഓ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മീന് പറയും. അല്ല ഏടത്തി, മിത്ര ഇങ്ങോട്ട് വന്നോ? വന്നില്ലേ? ഇല്ലെന്നേ, വന്നില്ല എന്ന് അപ്പം പറയേ. അല്ല, അവൾ ഇങ്ങോട്ട് വരുമെന്നാണല്ലോ പറഞ്ഞത്. അവൾ ഏടത്തിയോട് ഒന്നും പറഞ്ഞില്ലേ? നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ മീനു. ശരിക്കും ഒന്നും പറഞ്ഞില്ലേ എന്ന് മീനു വീണ്ടും ചോദിക്കും. ഇല്ലാന്നേ, അവക്കേ പോലീസ് ടെസ്റ്റിനുള്ള ഡേറ്റ് വന്നു. അക്കാര്യം എന്നോട് അവൾ പറഞ്ഞായിരുന്നു. ഏടത്തിയോട് പറയാൻ വരുമെന്ന് ഞാൻ കരുതിയത്. അമ്പിടി, അവൾ എന്നോട് എന്നിട്ട് പറഞ്ഞില്ലല്ലോ. ആരോടും പറഞ്ഞിട്ടില്ല എന്ന്. ആരോടും പറഞ്ഞിട്ടില്ല പിന്നെ മീനു മാത്രം എങ്ങനെ അറിഞ്ഞേ എന്നപ്പോൾ ദേവി ചോദിക്കും. അത് അറിയാതെ എന്നോട് പറഞ്ഞു പോയി എന്ന് മീനു പറയും. അറിയാതെ എങ്ങനെയാ പറഞ്ഞത്? അതെന്താ അവൾ മീനുവിനോട് മാത്രം പറഞ്ഞേ? ഞാനെന്താ അവളുടെ അടുത്തിയല്ലേ? എന്നോട് ഇപ്പോൾ പറഞ്ഞാൽ എന്താ? ഞാനിപ്പോൾ ഇത് ആരോട് പറയാനാ എന്ന് അപ്പം ദേവി പറയേ. ആരോടും പറയണ്ടെന്ന് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഏടത്തി പിണങ്ങാനായിട്ട് ഏടത്തിയോട് മനഃപൂർവ്വം മറച്ചു വെച്ചതൊന്നും അല്ലെന്നേ എന്ന് മീനു പറയും. പിന്നെ അവൾ എന്നോടങ്ങ് പറഞ്ഞു പോയതാ. എന്നിട്ട് എന്നാ ടെസ്റ്റ് എന്ന് ദേവി ചോദിക്കും. ഫിസിക്കൽ ടെസ്റ്റ് 1 മാസത്തിന് ശേഷമാണ്. 1 മാസത്തിന് ശേഷമാണോ? പക്ഷേ അതിന് ട്രെയിനിങ് ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞേ. ട്രെയിനിങ്ങോ? ട്രെയിനിങ് എന്ത് ട്രെയിനിങ് എന്ന് ദേവി ചോദിക്കും. എന്തോ പ്രൈവറ്റ് സെറ്റപ്പിലെ ട്രെയിനിങ്. നാളെ അവൾ ട്രെയിനിങ്ങിന് പോവുക. നാളെയോ എന്നപ്പോൾ ദേവി ചോദിക്കും കേട്ടോ. അല്ല, ബാലച്ച സമ്മതിച്ചോ അതിനൊക്കെ എന്നപ്പോൾ ദേവി വീണ്ടും ചോദിക്കും. അതാണ് പ്രശ്നം. ഈ കാര്യം അറിഞ്ഞാൽ അച്ഛൻ എന്തായാലും സമ്മതിക്കില്ല എന്ന് മീനു അപ്പം പറയും. അപ്പം പിന്നെ എന്താ പ്ലാൻ അവളുടെ എന്ന് ദേവി അപ്പം വീണ്ടും ചോദിക്കുക. ആരിനെ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. നീ ഒന്നും ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു. അവർക്ക് പക്ഷേ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ല. ഇവിടെ എല്ലാവരോടും പറയുമായിരിക്കും. നീ ഒരു കാര്യം ചെയ്യുക. ദേവി പറയേ, നീ അവളെ പോയി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. അയ്യോ, അതൊന്നും ഇപ്പോൾ വേണ്ട എടുത്തി. ആര്യനും ഇത്രയും കൂടി നാളെ ട്രെയിനിങ്ങിന് പോകുന്നതിനെ പറ്റിയൊക്കെ എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. വെറുതെ എന്തിനാ അവരുടെ ഇടയ്ക്ക് കയറി ചെല്ലുന്നേ എന്ന് മീനും അപ്പം ചോദിക്കുക. എന്നാൽ പിന്നെ വിളിക്കണ്ട. അല്ല, നാളെ അപ്പോൾ ട്രെയിനിങ്ങിന് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണോ? പക്ഷേ ബാലച്ചൻ ഇത് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ മിത്ര പോലീസ് ആകുന്നതിനോട് യാതൊരു താല്പര്യവും ബാലച്ചനില്ല. അപ്പം പിന്നെ അവൾ പോലീസാകാൻ ട്രെയിനിങ്ങിന് പോകാമെന്ന് പറഞ്ഞാൽ ബാലച്ചൻ ഇവിടെ വലിയൊരു പ്രശ്നമാക്കി മാറ്റും. വൻ പ്രശ്നം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ദേവി പറയൂ കേട്ടോ. അത് കേൾക്കുമ്പോൾ മീനു പറയും, അച്ഛൻ്റെ സ്വഭാവം വെച്ചിട്ട് മിത്രയെ വിടാൻ യാതൊരു ചാൻസും കാണുന്നില്ല. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഏടത്തി പറഞ്ഞത് ശരിയാ. പക്ഷേ നമ്മുടെ അച്ഛനെ അനുനയിപ്പിക്കാൻ ഒരു വഴിയുണ്ട് എന്ന് മീനു അപ്പം പറയും. വഴിയോ? എന്തു വഴി? വഴിയുണ്ട്. അത് അല്പം ഇമോഷണലായിട്ടുള്ള പരിപാടിയാണ്. ഇമോഷണലായിട്ടുള്ള എന്ത് പരിപാടി? നീ തെളിച്ച് പറയുന്നുണ്ടോ മീനു എന്ന് ദേവി അപ്പം പറയേ. ഏടത്തി,
ഏടത്തി ഇപ്പം എന്താവശ്യപ്പെട്ടാലും നമ്മുടെ അച്ഛൻ അത് സമ്മതിക്കും. അത് ഏടത്തിക്ക് അറിയാവോ ഇല്ലേ എന്ന് ചോദിക്കുക. അത് ശരിയാ, സമ്മതിക്കും. ബാലച്ചൻ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ആയുർവേദ മരുന്നുകൾ വാങ്ങിച്ചു തരുന്നുണ്ട്, സ്പെഷ്യൽ പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. ഞാൻ ആവശ്യപ്പെടാതെ തന്നെ ബാലച്ചൻ എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അല്ല, നീ ഇപ്പം എന്താ ഉദ്ദേശിച്ച മീനു? എനിക്കങ്ങ് മനസ്സിലായില്ലല്ലോ. നാളെ മിത്ര ട്രെയിനിങ്ങിന് പോകുന്ന കാര്യം അച്ഛൻ അറിഞ്ഞ അച്ഛൻ വയലൻ്റ് ആകും, അത് ഉറപ്പാ അല്ലേ? പിന്നല്ലേ, ഉറപ്പായിട്ടും വയലൻ്റ് ആകും എന്ന് ദേവി പറയേ. അങ്ങനെ നമ്മുടെ അച്ഛൻ വയലൻ്റ് ആകുമ്പോൾ ഏടത്തി ഇടപെടണം, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് മീനു ചോദിക്കാം. ഞാനോ? അതെ, ഏടത്തി തന്നെ. നമ്മുടെ അച്ഛനെ സമാധാനിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ ഏടത്തി മാത്രമാ. പോടി. പിന്നെ ഞാൻ പറഞ്ഞ ബാലച്ചനിപ്പോൾ കേൾക്കാൻ പോവല്ലേ? ഏടത്തി, നമ്മുടെ മിത്രയ്ക്ക് വേണ്ടിയല്ലേ, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഏടത്തി പറഞ്ഞാൽ അച്ഛൻ തട്ടിക്കളയില്ല. പ്ലീസ് ഏടത്തി എന്ന് മീനു പറയുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ബാലച്ചൻ തട്ടിക്കളയില്ല എന്ന് നിനക്ക് അത്രയ്ക്ക് വിശ്വാസമാ? അതേന്നേ, നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതുകൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ എടുത്തി. ബാലച്ചൻ തട്ടിക്കളയില്ലെന്ന് എൻ്റെ വിശ്വാസം. എടുത്തി പറഞ്ഞാൽ എടുത്തി അത്രയ്ക്ക് കാര്യമല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ എന്നപ്പോൾ ദേവി ചോദിക്കാം. നീ കൂടെ നിൽക്കൂലോ അല്ലേ? കാല് വാരില്ലല്ലോ. ഇല്ലെന്നേ, ഞാൻ കൂടെ തന്നെ നിൽക്കും. നമ്മുടെ അനിയത്തിക്ക് വേണ്ടി നമ്മൾ ചേച്ചിമാർ ഇത്രയെങ്കിലും ചെയ്യേണ്ട ചേച്ചി എന്ന് ചോദിക്കൂട്ടോ മീനു വീണ്ടും. ശരി, അങ്ങനെയാണ് ഞാൻ ബാലച്ചനോട് സംസാരിക്കാം. നീ എൻ്റെ കൂടെ നിൽക്കൂ എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിൽക്കും, കട്ടയ്ക്ക് തന്നെ കൂടെ ഉണ്ടാവും എന്ന് മീനു പറയാണ് കേട്ടോ. രാവിലെ നമ്മുടെ ദേവി റൂമിലേക്ക് കുളിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആനന്ദ് ഒരു തൊട്ടിലൊക്കെ ആയിട്ട് നിൽക്കുന്നേ കാണുന്നത്. ഹായ്, ഇത് കൊള്ളാലോ എന്നപ്പോൾ ദേവി പറയൂട്ടോ. യാദൃച്ഛികമായിട്ട് ഇന്നൊരു കടയുടെ മുന്നിൽ കൂടി പോയപ്പോൾ ഞാൻ കണ്ടതായി തൊട്ടിൽ. കണ്ടപ്പോൾ തന്നെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാനതങ്ങ് മേടിക്കുകയും ചെയ്തു. ദേവി, ഈ ഒരു ഒറ്റ പീസേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല, ഇതങ്ങ് വാങ്ങിച്ചു. അതെ അല്ലേ? എന്തായാലും നന്നായിട്ടുണ്ട് ആനന്ദേട്ടാ, നല്ല രസമുണ്ട്, എന്തൊരു ക്യൂട്ടായി ഇത് കാണാൻ എന്നും പറഞ്ഞ് ദേവി അതിൽ തൊട്ടും തലോടെ നിൽക്കുവാണേ. അപ്പം ഗോമതി ദേവിക്കുള്ള പാലുമായിട്ട് അകത്തേക്ക് വരികയാണ്. എന്താ ഈ നോക്കുന്ന രണ്ടുപേരോടി? മോളെ, ഈ പാലങ്ങ് നീങ്ങ് കുടിച്ചേ എന്ന് പറയേ. അപ്പം ആനന്ദ ആ തൊട്ടിലും എടുത്തോണ്ടങ്ങ് നടക്കുക. അമ്മേ, ദേ നോക്കിക്കേ, തൊട്ടിൽ നോക്കിക്കേ. ആനന്ദേട്ടാ, അമ്മയെ തൊട്ടിലൊന്ന് കാണിച്ചേ എന്ന് ദേവി പറയൂട്ടോ. അപ്പം ആനന്ദ് തൊട്ടിൽ കാണിക്കും. ഇത് കാണുന്ന ഗോമതി ആണെങ്കിൽ ദേഷ്യത്തോടെ നോക്കുവാണേ. കൊള്ളാവോ അമ്മേ? എന്താ പറ്റി? അമ്മ എന്തോ ഒരു അഭിപ്രായം പറയാത്തേ എന്ന് അപ്പം ദേവി വീണ്ടും ചോദിക്കുക. അപ്പം ആനന്ദം ചോദിക്കും, അമ്മേ എന്താ അമ്മേ കാര്യം? എടാ, നീ എന്ത് പണിയാടാ നീ കാണിച്ചേ? തൊട്ടിൽ ഇപ്പോഴും മേടിക്കാൻ പാടുണ്ടോ? നിനക്ക് എന്നോടൊന്നും ചോദിക്കാൻ മേലായിരുന്നോ തൊട്ടിൽ വാങ്ങുന്നതിന് മുൻപേ എന്ന് ഗോമതി ചോദിക്കും. അതമ്മേ, ഞാൻ ബൈക്ക് വരുമ്പം ഇന്നൊരു കടയുടെ ഫ്രണ്ടിൽ കൂടെ പോന്നപ്പം ഞാനിത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ വാങ്ങി. എന്തായാലും നമുക്ക് തൊട്ടിൽ വാങ്ങണ്ടേ അല്ലേ? എടാ, നിനക്ക് തോന്നിയതുപോലെ ഒന്നും അങ്ങനെ ചെയ്യല്ലേ ആനന്ദേ, ഇതിനൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. പ്രസവത്തിന് മുമ്പ് കൊച്ചിന് തൊട്ടിലൊന്നും വാങ്ങി വെക്കാൻ പാടില്ല, അതൊക്കെ ദോഷമാണ് എന്ന് ഗോമതി പറയും. അയ്യോ, അങ്ങനെ ചെയ്യുന്നത് ദോഷമാണോ അമ്മേ എന്ന് വീണ്ടും അപ്പോൾ ദേവി ചോദിക്കുകയാണ് കേട്ടോ. ദോഷമൊന്നും ഉണ്ടായിട്ടല്ല, പ്രസവം കഴിഞ്ഞിട്ട് ഇതൊക്കെ വാങ്ങാൻ പാടുള്ളൂ എന്നാണ് ശാസ്ത്രം. പ്രസവം കഴിഞ്ഞിട്ട് ഇതൊക്കെ വാങ്ങിച്ചാൽ പോരെ എന്നപ്പോൾ ഗോമതി പറയാം. മോളെ, കഴിഞ്ഞ ആഴ്ച ബാലേട്ടനൊരു എണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്നില്ലായിരുന്നോ? ആ എണ്ണ തീർന്നിട്ടില്ലല്ലോ, ഒരാഴ്ച കൂടി നിൽക്കും എന്ന് അപ്പം ദേവി പറയുവേ. ആനന്ദിന് പെട്ടെന്ന് ടെൻഷനാവും. ആനന്ദും അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കും. എന്നാ ആനന്ദേ, നാളെ അങ്ങാടിക്കടയിൽ പോകുമ്പോഴേ മറക്കാതെ ആ എണ്ണയും കൂടി ഞാൻ മേടിച്ചിട്ട് വരാം. അമ്മ വെറുതെ ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട. അങ്ങാടി മരുന്നിൻ്റെ ലിസ്റ്റ് തന്നാൽ ഞാൻ തന്നെ മേടിച്ചോളാം. ലിസ്റ്റ് തന്നുവിട്ട് ശരിയാകില്ല, നോക്കി വാങ്ങണം, ഞാൻ തന്നെ പോയി വാങ്ങിച്ചോളാം എന്ന് ഗോമതി അപ്പം പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആനന്ദാണെങ്കിൽ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ തൊട്ടിൽ മേടിച്ചത് പ്രശ്നമാകുമോ എന്നുള്ള രീതിയിലൊക്കെ ആശിച്ച് മോഹിച്ച് ഒരു തൊട്ടിൽ മേടിച്ചതാണല്ലോ, അതിപ്പം എന്തേലും അതുകൊണ്ട് ദോഷം വരുമോ എന്നൊക്കെയുള്ള ചിന്തയാണ് കേട്ടോ ആനന്ദിന്. അതേസമയം റൂമിൽ നമ്മുടെ അനു ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അവളുടെ ഫോണിലേക്ക് അലോക് തെരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. വീണ്ടും ഫോൺ വരുന്ന കാണുമ്പോഴത്തേക്കും അവൾ ദേഷ്യപ്പെട്ട് എടുക്കും. നിനക്കിനി എന്താ വേണ്ടത്? ഞാൻ എടുക്കാതിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കൂടെ നിന്നോട് സംസാരിക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ലെന്ന്? അനു, നീ എന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ ചത്ത് കളയും. നീ പോയി ചാകടാ, നീ ചത്താൽ എനിക്കൊരു കുന്തവും ഇല്ല എന്ന് അപ്പോൾ അനു പറയൂട്ടോ. ഓഹോ, അപ്പോൾ അത്രയ്ക്കൊക്കെ ആയല്ലേ, നിനക്ക് എന്നോടുള്ള സ്നേഹം ഒരാത്മാർത്ഥതയില്ലല്ലേ? പക്ഷെ അങ്ങനെയല്ല, ഈ അലോക് നിന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. നിന്നോട്
നിന്നോട് ഞാനൊരു തെറ്റ് ചെയ്തു, അതിന് നിൻ്റെ കാല് വീണിട്ടാണേലും എനിക്ക് മാപ്പ് പറയണം. അതുകൊണ്ട് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാൻ പോവാ. ദേ എടാ, നീ എൻ്റെ വീടിൻ്റെ കോമ്പൗണ്ടിലെങ്ങാനും ചവിട്ടിയാൽ നിൻ്റെ കാല് ഞാൻ വെട്ടും. നീ എന്ത് വേണേലും എന്നെ ചെയ്തോ അനു, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. നിൻ്റെ കാല് വീണ് എനിക്ക് മാപ്പ് പറയണം. അതിനുവേണ്ടി ഞാൻ അങ്ങോട്ട് വരിക. ഇനി ഞാൻ നിന്നെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യുന്നില്ല. അങ്ങോട്ട് വന്നു കഴിഞ്ഞ് നേരെ നിൻ്റെ കാല് വീണ് മാപ്പ് പറഞ്ഞിട്ടേ ഇനി എനിക്ക് സമാധാനം കിട്ടൂ, എന്നാലേ എനിക്ക് മരിക്കാൻ പോലും തോന്നുള്ളൂ എന്നും പറഞ്ഞ് അലോക് ഫോൺ കട്ട് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും അനു പേടിച്ചു. എടാ നീ വീണ്ടും ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ് അവനെ വിളിക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്കും അലോക് സ്വിച്ച് ഓഫ് ആക്കി വെക്കും. ഓഹോ, അവർ രണ്ടും കൽപ്പിച്ച ഈശ്വര, ഇനി ഇങ്ങോട്ടെങ്ങാനും കയറി വരുമോ എന്നും പറഞ്ഞ് നമ്മുടെ അനു ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അലോകിനെ വിളിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നോക്കും. അപ്പോൾ അലോക് എടുക്കുകയല്ല. അപ്പം അലോക് മനസ്സിലിങ്ങനെ ചിന്തിക്കുക, നിന്നെ എൻ്റെ വഴിക്ക് എങ്ങനെ കൊണ്ടുവരണമെന്ന് എനിക്കറിയാനു. എന്ത് നാടകം കളിച്ചിട്ടാണെങ്കിലും നീ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചാൽ മതി. ഇത്രയ്ക്കൊക്കെ ഞാൻ ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കളികളും കൂടി കളിക്കാൻ ഈ അലോകിന് അറിയാം എന്നിങ്ങനെ മനസ്സ് ചിന്തിക്കുവാണേ. ഇതേ സമയം ദേവമംഗലത്ത് നമ്മുടെ ബാലനാണ് പത്രമൊക്കെ വായിച്ച് രാവിലെ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഗോമതി അവിടേക്ക് വരികയാണ്. എന്നിട്ട് ബാലേട്ട എന്നാൽ ചായ എന്നും പറഞ്ഞ് ചായ കൊടുക്കുകയാണ്. എന്നിട്ട് ബാലൻ്റെ അടുത്തായിട്ട് ഇരിക്കും കേട്ടോ. അതെ ബാലേട്ട, എന്താ ഗോമതി? അല്ല, ഈ കടയിലെ കണക്കൊക്കെ നോക്കി എത്ര നേരമായി ഇരിക്കുക, കുടിക്കുകയും കഴിക്കുകയും ഒന്നും ചെയ്യുന്നില്ലേ? ഞാൻ കരുതി പത്രം വായിക്കുമായിരിക്കുമെന്ന്. ആ, പത്രം വായനയൊക്കെ കഴിഞ്ഞു. ഞാനേ കുറച്ച് കണക്ക് നോക്കുമായിരുന്നു. ഈ കണക്കും കൂടി ക്ലിയർ ചെയ്തിട്ട് വേണം എനിക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട്. സാധാരണ അനുമോളല്ലേ ഇതൊക്കെ നോക്കുന്നേ, അവൾക്ക് പഠിക്കാനുള്ളത് കൊണ്ടാണ് അവളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് ഞാൻ കരുതിയത്. പഠിക്കുന്ന കൊച്ചല്ലേ, താനൊരു കാര്യം ചെയ്യുക, ആ മിത്രയെ ഒന്ന് വിളിച്ചേ. മിത്ര കണക്ക് എഴുതുന്ന സമയം കൊണ്ട് എനിക്ക് കുളിച്ചിട്ട് വരാലോ. അതിന് മിത്ര ഡ്രസ്സ് പായ്ക്കുകയല്ലേ, അവൾക്ക് നാളെ പോവണ്ടേ? എങ്ങോട്ട് എന്നപ്പം ബാലൻ ചോദിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഗോമതി അയ്യോ പറഞ്ഞു പോയല്ലോ എന്നുള്ള രീതി നിൽക്കുക. നാളെ മിത്ര എവിടെ പോകുന്നു എന്ന്. അത് പിന്നെ ബാലേട്ട എന്നും പറഞ്ഞ് ഗോമതി തപ്പി തടയുവേ. നീ എന്താ പറഞ്ഞു വരുന്നത്? എന്താന്ന് വെച്ചാൽ സത്യം പറ. ഞാൻ അറിയാതെ ഇവിടെ എന്താ നടക്കുന്നത്? എന്താന്ന് വെച്ചാൽ എന്നോട് പറയുന്നുണ്ടോ? മിത്ര നാളെ എങ്ങോട്ടാ പോകുന്നത് എന്ന് വീണ്ടും ബാലൻ അപ്പം ചോദിക്കുക. ഗോമതി എവിടേക്കാണ് അവൾ പോകുന്നതെന്ന് എനിക്കറിയണം. അതറിയാനുള്ള അവകാശമൊക്കെ എനിക്കുണ്ട് ബാലേട്ട. അത് പിന്നെ ബാലേട്ടൻ വഴക്കൊന്നും ഉണ്ടാക്കരുത്. നീ കാര്യം പറ, എന്താന്ന് അറിഞ്ഞാലല്ലേ വഴക്കുണ്ടാക്കണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കേണ്ടത് എന്ന് അപ്പം ബാലൻ പറയാം. അതെ, അത് പിന്നെ മിത്രയ്ക്ക് മറ്റേ എന്തോ ഒരു ടെസ്റ്റ് എഴുതില്ലായിരുന്നു ആ പോലീസിൻ്റെ, അത് വന്നു എന്ന് പറയാം. പോലീസിൻ്റെ എന്തു വന്നു എന്ന് നീ എന്താ ഈ പറയുന്നത്? പോലീസാകുന്നതിൻ്റെ ട്രെയിനിങ് ഇല്ലേ, അത് വന്നു എന്ന്. അവൾ അതിന് പോകുക. ആ ട്രെയിനിങ്ങിന് പോകുന്ന കാര്യമായിട്ടൊക്കെയാണ് അവൾ ഡ്രസ്സ് പായ്ക്ക് ചെയ്യുന്നത് എന്ന് പേടിച്ച് വരച്ച് പറയാം. ആരും കുറച്ച് പൈസയൊക്കെ കടം മേടിച്ച് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല എന്നാ പറയുന്നത്. ആരോട് ചോദിച്ചിട്ടാ അവരിങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഇവിടെ ഞാൻ ജീവിച്ചിരിക്കുമ്പം എന്നോട് ചോദിക്കാതെയാണോ ഈ വക തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത്? ആരോട് ചോദിച്ചിട്ടാ അവൾ പോലീസ് ട്രെയിനിങ്ങിന് പോകാൻ തയ്യാറായതെന്ന് എനിക്കിപ്പോൾ അറിയണം. ഗോമതി, നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത്. തൻ്റെ നാവിറങ്ങിപ്പോയോ? എന്താ തനിക്ക് പറയാൻ മറുപടി ഒന്നും ഇല്ലേ? ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരാ? അവളാണോ? അവരൊറ്റയ്ക്കാണോ തീരുമാനിക്കേണ്ടത്? വാ തുറന്ന് പറയടോ എന്ന് പറയാം. ആരാ ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്? ഞാനാണോ അതോ ആരിനൊറ്റയ്ക്കാണോ? അത് പിന്നെ ബാലേട്ടൻ എന്ന് കൈ ചൂണ്ടിക്കോട്ടോ ഗോമതി. തർക്കമില്ലല്ലോ? ഒരു തർക്കമില്ല. അവനെ വിളിക്ക്. എനിക്കിപ്പോൾ അറിയണം ബാലേട്ട. അത് വേണോ ബാലേട്ട? എനിക്ക് അവനോടാ സംസാരിക്കേണ്ടത്. ആരിനോട്? നീ അവനെ വേഗം വിളിക്ക് ബാലേട്ട. അവൻ എവിടുന്നും കണ്ടൊക്കെ കടം മേടിച്ചിട്ടാ ട്രെയിനിങ്ങിനുള്ള കാശൊക്കെ ഒപ്പിച്ച് അവൾക്ക് കൊടുത്തിരിക്കുന്നത്. എനിക്കതൊന്നും അറിയണ്ട. കടം മേടിക്കാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അവനോ നശിച്ചു. ഇനി ആ പാവം പെണ്ണിൻ്റെ ജീവിതം കൂടി അവന് നശിപ്പിക്കണോ? എന്നാലേ അവന് സമാധാനം ആവൂ അല്ലേ എന്ന് ബാലൻ അപ്പം ചോദിക്കുക. അപ്പം കേൾക്കുന്ന ഗോമതി പറയും, എന്തൊക്കെയാ ബാലേട്ട ഈ പറയുന്നത്? അവനെ ഒരു IAS-കാരനായി കാണണമെന്ന് മോഹിച്ച ഒരു അച്ഛനാണ് ഞാൻ. എന്നിട്ട് അവൻ അതൊക്കെ ഉപേക്ഷിച്ച് ഇപ്പം എന്തൊക്കെയായി ചെയ്തു കൂട്ടുന്നത്? എൻ്റെ സ്വപ്നം അവൻ നന്നായിട്ട് പാട്ട് പാടുമല്ലേ എന്നപ്പോൾ ഗോമതി ചോദിക്കും. പാട്ടോ? ഇന്നത്തെ കാലത്ത് ഈ പാട്ടും കൂത്തുമായിട്ട് നടന്ന എന്തെങ്കിലും ഉയർച്ച ഉണ്ടാവുമോ? അവൻ്റെ നല്ല ശബ്ദമാണ് ബാലേട്ട. യേശുദാസ് ആവുമായിരിക്കും പാട്ടും കൂത്തുമായിട്ട് നടന്ന്. നിൻ്റെ മോനെ യേശുദാസ് ആവുമോ എന്ന് ഗോമതിയോട് ദേഷ്യപ്പെട്ടപ്പോൾ ചോദിക്കുക. അതിപ്പം പാടി നോക്കിയാലല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. നീ മിണ്ടരുത്.
നീയാ ഇവർക്ക് ആവശ്യമില്ലാതെ ഇങ്ങനെ പ്രോത്സാഹനമൊക്കെ നൽകുന്നത്. പാട്ടും പാടി തെക്ക് വടക്ക് നടന്ന ജീവിക്കാൻ പറ്റുമോ? ജീവിക്കണമെങ്കിലേ കാശ് വേണം, അതിന് നല്ല ജോലി വേണം, അതിന് പഠിക്കുക തന്നെ വേണം. ഞാൻ പറയുന്നത് താൻ കേൾക്കുന്നുണ്ടോ? പാട്ടും പാടി നടന്ന ജീവിക്കാൻ പറ്റുമോ? ഇപ്പോൾ എനിക്കറിയണം, പറ്റുമോന്ന് ഞാൻ ചോദിച്ചത്. ഇല്ല, അവൻ്റെ ഒരു പാട്ട് അവൻ പാടുന്നത് താൻ കേട്ടിട്ടുണ്ടോ എന്ന് അപ്പോൾ ബാലൻ വീടിന് ചോദിക്കും. അവൻ നല്ലോണം പാടും ബാലേട്ടാ, അത് തനിക്കെങ്ങനെ അറിയാം? അതെനിക്കറിയാം, അവൻ്റെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് തവണ. അവന് ആ വഴിക്ക് പോയിരുന്നെങ്കിൽ ഇപ്പം രക്ഷപ്പെട്ടേനെ എന്ന് ഗോമതി പറയും. ആ വഴി പോയിട്ടേ അവൻ രക്ഷ അങ്ങനെ പെടണ്ട, ഞാൻ പറഞ്ഞ വഴി പോയാൽ മതി. ആ പെങ്കൊച്ചിനെ നല്ലൊരു ഭാവി ഉള്ളതാ, അതിൻ്റെ ഭാവി കളയുക. എൻ്റെ അടുത്ത് വാശി തീർക്കാനാ അവനെ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്ന് ബാലൻ പറയാണ്. എന്തിനാ എന്നോട് ഈ ദേഷ്യം അവനീ കാണിക്കുന്നേ? അല്ല, അന്ന് അവൻ എന്നോട് വെല്ലുവിളിച്ച് എന്തു പറഞ്ഞാ? താനിത് മറന്നുപോയോ എന്ന് ഗോമതിയോട് വീണ്ടും ചോദിക്കുക. അത് പിന്നെ എന്നും പറഞ്ഞ് നിൽക്കുക. അവളെ ബാക്കിയും കൂടി താൻ പറ. അത് പിന്നെ ബാലേട്ട പോലീസിൽ വലിയ സ്ഥാനത്ത് എത്തിക്കൂന്നാ പറഞ്ഞത്. അതാ. എന്നിട്ടോ? അവനെ എൻ്റെ മുഖത്ത് നോക്കി എന്തു പറഞ്ഞെന്ന് വെല്ലുവിളിച്ചത് അവളെ വലിയ IPS കാരിയാക്കൂന്ന്. എന്നിട്ട് IPS ട്രെയിനിങ്ങിനാണോ ഇപ്പം ഇത്ര പോകുന്നത് എന്ന് ബാലൻ ചോദിക്കുക. അത് കേൾക്കുന്ന ഗോമതി പറയും, അത് പിന്നെ IPS അല്ല, വേറെ ഏതോ പോലീസാ എന്ന് ഗോമതി പേടിച്ച് വരച്ച് പറയൂ കേട്ടോ. വേറെ പോലീസുകാരിയാക്കാൻ ഞാൻ അവളെ വിടാമെന്ന പ്രശ്നമില്ല, അവൾക്ക് നല്ലൊരു ഭാവിയുള്ളതാ, അവൻ്റെ വാശി തീർക്കാനുള്ളതല്ല അവളുടെ ജീവിതം എന്ന് വീണ്ടും ബാലൻ പറയാണ് കേട്ടോ. അപ്പോൾ ഈ സൗണ്ട് കേട്ടുണ്ട് നമ്മുടെ ദേവി മീനും കൂടി അങ്ങോട്ട് വരിക. അപ്പോൾ മീനു പറയും, അച്ഛാ പൈസയൊക്കെ അടച്ചു പോയതല്ലേ, ഒരാഴ്ചത്തെ ട്രെയിനിങ്ങിനല്ലേ ഉള്ളൂ, അവൾ എന്തായാലും പോയിട്ട് വരട്ടെ. നടക്കില്ല, അങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ ദേവിയും പറയും, ബാലച്ച പോലീസ് ആകുന്നത് മിത്രയുടെ സ്വപ്നമല്ലേ ബാലച്ച, ആ ജോലി അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളതല്ലേ, അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോഴല്ലേ ബാലച്ച മനസ്സിനൊരു സന്തോഷം കിട്ടുന്നേ എന്ന് ദേവി പറയൂ കേട്ടോ. അപ്പം ഗോമതിയും അതെ എന്നുള്ള രീതിയിൽ നിൽക്കുക. ബാലച്ച ചെറിയൊരു കടയിൽ നിന്ന് ഗോമതി സ്റ്റോഴ്സ് ഇന്നത്തെ നിലയിൽ എത്തിച്ചതേ ബാലച്ചന് ജോലിയോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ, ജോലി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ. അപ്പം മീനു പറയും, ഗോമതി സ്റ്റോഴ്സിന് പകരം വലിയൊരു സ്ഥാപനത്തിൽ അച്ഛൻ ജോലി ചെയ്യുക എന്ന് വിചാരിക്കുക, ആ ജോലി അച്ഛന് ഇഷ്ടമല്ല, അച്ഛന് മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് മീനു ബാലനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അതിനെപ്പറ്റി ആലോചിക്കുക ബാലൻ. മിത്രയ്ക്ക് പോലീസ് ജോലിയാണ് ഇഷ്ടമെങ്കിൽ അവളത് ചെയ്തോട്ടെ ബാലച്ച എന്ന് ദേവി വീണ്ടും പറയാണ്. അപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞു വരുന്നത് കുഴപ്പക്കാരൻ ഞാനാണെന്നല്ലേ? അയ്യോ അങ്ങനെയല്ല ബാലേട്ട എന്ന് അപ്പോൾ ഗോമതി പറയട്ടോ. ബാലച്ച ഞങ്ങൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല, മിത്ര പോലീസ് ആകരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ആരെങ്കിലും അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ബാലനപ്പം വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ. വെയിലും മഴയും കൊണ്ട് കഷ്ടപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് എന്തൊരു നരകം പിടിച്ച ജോലിയാണെന്നറിയാവോ? മിത്രയെ കൊണ്ടൊന്നും പറ്റില്ല, ആ പെങ്കൊച്ചിനെ അങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തണോ? അതുകൊണ്ടാണ് ഞാൻ പോലീസ് ആവണ്ട എന്ന് പറയുന്നത്, അല്ലാതെ എനിക്ക് ആ ജോലിയോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല. എന്തൊരു കഷ്ടപ്പാടെന്നറിയാവോ? ഓരോരുത്തർക്ക് അവർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, എനിക്കെന്താ നഷ്ടം? അല്ല, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ദേ ഗോമതി, താനൊരു കാര്യം കേട്ടോ. എന്താ ബാലേട്ടാ? എന്താ പറയാൻ പോകുന്നേ? തൻ്റെ മോനുണ്ടല്ലോ ആ ആര്യൻ, അവനെന്താ ആ തലതെറിച്ചവൻ്റെ അവൻ്റെ ഭാര്യയുടെയും കാര്യത്തിൽ ഈ ഗോമതി സ്റ്റോഴ്സ് ബാലൻ ഇനി ഒരു കാര്യത്തിലും ഇടപെടത്തില്ല, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ. അപ്പോഴത്തേക്കും മീനും ദേവിയും എന്തോ പോലെ ആവേ, അമ്മ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയാം. അച്ഛനെ അനുസരിക്കുന്ന മക്കളുടെ കാര്യത്തിലേ ഞാൻ ഇനി ഇടപെടുള്ളൂ, അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ, അത് എന്താ ബാലേട്ട? നാളെ പോകുന്നതിന് മുൻപേ ഭാര്യയും ഭർത്താവും അനുഗ്രഹം മേടിക്കാൻ എൻ്റെ അടുത്തേക്ക് വരണ്ടെന്ന് രണ്ടുപേരോടും പറഞ്ഞ് മനസ്സിലാക്കിയേക്ക്. അപ്പം മീന് പറയും, അച്ഛാ ഇതെന്തൊക്കെയായി പറയുന്നേ? ഇറങ്ങിപ്പോകുമ്പം എൻ്റെ വൈദ്യ വല്ലതും കേട്ട് ഇറങ്ങിപ്പോകേണ്ടി വരും. ഇനി അത് കേട്ടിട്ട് അവരുടെ മനസ്സ് വിഷമിക്കേണ്ട, അവനും അവളും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, ഞാൻ ഒരു കാര്യത്തിലും ഇടപെടാൻ നിൽക്കുന്നില്ല. എന്നെ അനുസരിക്കുന്ന എൻ്റെ വാക്ക് കേൾക്കുന്ന മക്കളുണ്ടല്ലോ എനിക്ക്, ഞാൻ അവരുടെ കാര്യം മാത്രമേ ഇനി നോക്കുന്നുള്ളൂ. അവൾ പോലീസാകുമോ കഷ്ടപ്പെടുവോ എന്തേലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുന്നേറ്റ് പോകും കേട്ടോ. ഇത് കേൾക്കുമ്പം നമ്മുടെ ഗോമതിക്ക് ആകെ സങ്കടമാകും. ബാലേട്ട എന്താ ഇത് എന്ന് പറയേ. അപ്പം അതൊന്നും കേൾക്കാൻ നിൽക്കാതെ ബാലൻ അങ്ങ് കടന്നു പോവാം. അപ്പം മീനും മിത്രയും പരസ്പരം നോക്കും. എന്താ ഇത് അമ്മ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മിത്രയ്ക്കും ആര്യനും ഒരുപാട് സങ്കടമാവില്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ പെരുമാറിയാ? എനിക്കറിയില്ല എന്താ ഇപ്പം ചെയ്യുക എന്ന്. ഈ ബാലേട്ടൻ ഇനിയിപ്പം അവരോട് നേരാവണ്ണം സംസാരിക്കുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞ് ഗോമതിയും ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണേ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും